96 മണ്ഡലങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമുക്ക് ഈ നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യമാണ്. 21 ദിവസത്തേക്ക് ജാമ്യം ലഭിച്ച് അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഒപ്പം പ്രചരണ രംഗത്ത് സജീവമാകുന്നു. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് പോകാൻ തയ്യാറാകുന്നു. അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു ഈ നാലാം ഘട്ടത്തിന് മുൻപുള്ള താരം എന്ന കാര്യം നിസ്സംശയം പറയാം. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം തുടരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. KP അഭിലാഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, കെജ്രിവാളിന്റെ വരവാണ് ഈ നാലാം ഘട്ടത്തിൽ വലിയ ചർച്ചയായത്. കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും വിവിധ വിഷയങ്ങൾ മോദിയായിരുന്നു താരമെങ്കിൽ, മോദി മുന്നോട്ട് വെക്കുന്ന അജണ്ടകളായിരുന്നു തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരുന്നുവെങ്കിൽ, ഇത്തവണ കെജ്രിവാളിലേക്ക് കേന്ദ്രീകരിക്കുന്നു ഈ നാലാം ഘട്ടം. കെജ്രിവാളിന്റെ ഇനിയുള്ള ദിവസങ്ങളിലെ പ്രചരണ പരിപാടികൾ ഏത് തരത്തിലാണ്? ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മറ്റു സംസ്ഥാനങ്ങളിലേക്കും അദ്ദേഹം പോകുന്നുണ്ടോ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം ആയിരുന്നു ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാൾ 50 ദിവസത്തിന് ശേഷം ജയിൽ മോചിതൻ ആയത്. അതോടുകൂടി ഇന്ത്യ മുന്നണിക്കും AAPക്കും പുതിയ ഒരു ഊർജം തന്നെ കൈവന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ആയുധമാക്കുന്നത് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെയുള്ള ആയുധമാക്കി മാറ്റുന്നു. അനാവശ്യമായ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ കടക്കുന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ പ്രചാരണ ആയുധമാക്കി അരവിന്ദ് കെജ്രിവാളിനെ മുന്നിൽ നിർത്തുക എന്നതാണ് ഇനി ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നത്. അതേസമയം ജയിൽ മോചിതനായ അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ജയിൽ മോചിതനായതിനു ശേഷം ആദ്യം നടത്തിയത് ഹനുമാൻ മന്ദിറിൽ ദർശനം ആയിരുന്നു. അതിനുശേഷമായിരുന്നു പിന്നീട് ഡൽഹിയിലെ AAPയുടെ കാര്യാലയത്തിലേക്ക് എത്തിയത്. അങ്ങനെ പാർട്ടി ആസ്ഥാനത്ത് എത്തിയ അരവിന്ദ് കെജ്രിവാൾ തന്റെ അണികളെ അഭിസംബോധന ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. ഒരു രാജ്യം ഒരു നേതാവ് എന്നതാണ് BJPയും നരേന്ദ്രമോദിയും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് അദ്ദേഹം പറയുമ്പോൾ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഉള്ളവരെ ജയിലിൽ അടയ്ക്കുക എന്നതാണ് മോദിയുടെ ലക്ഷ്യമെന്നും ഇനി ഒരിക്കൽ കൂടി മോദി അധികാരത്തിലേറിയാൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നും പറയുമ്പോൾ അതിനുള്ള അവസരം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് AAPയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം. രഞ്ജിത്ത് സൂചിപ്പിച്ച കാര്യത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം AAP മത്സരിക്കുന്ന, അതായത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസുമായി ധാരണയിലെത്തി 4 സീറ്റുകളിൽ AAP മത്സരിക്കുന്ന ഡൽഹിയിലായിരുന്നു പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് എങ്കിൽ വരും ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ രാജ്യവ്യാപകമായി തന്നെയുള്ള പ്രചാരണ പരിപാടികളിൽ വ്യാപൃതനാകും. ഇന്ത്യ മുന്നണിയുടെ മുൻനിരയിലേക്ക് അദ്ദേഹം കടന്നുവരുന്നു എന്നുള്ളതാണ്. ലക്നൌവിൽ 15-ാം തീയതിയാണ് അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ജംഷഡ്പൂരിൽ 16-ാം തീയതിയും മുംബൈയിൽ 17-ാം തീയതിയും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമാകുന്നു. നമുക്കറിയാം, ജൂൺ 1 വരെയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഈ ജാമ്യ ദിനങ്ങളിൽ എല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ ആയിരിക്കും അരവിന്ദ് കെജ്രിവാൾ കൂടുതൽ കേന്ദ്രീകരിക്കുക. കാരണം നമുക്കറിയാം, ജാമ്യ വ്യവസ്ഥ പ്രകാരം മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഭരണപരമായ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ ഡൽഹി മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ സമയം, ഒരുപക്ഷെ രഞ്ജിത്ത്, ഇങ്ങനെയൊരു അറസ്റ്റ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ കെജ്രിവാൾ ഇത്രയും പ്രചാരണ പരിപാടികളിൽ വ്യാപൃതനാകും എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമായിരുന്നില്ല. AAPക്ക് കൂടുതൽ കരുത്തുള്ള ഡൽഹി, ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതേസമയം ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടാവുകയും അറസ്റ്റിന് ശേഷം ജാമ്യത്തിലിറങ്ങുകയും ചെയ്തതോടുകൂടി ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും മുന്നിൽ നിർത്താൻ പറ്റുന്ന ഒരു നേതാവായി അരവിന്ദ് കെജ്രിവാൾ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കെജ്രിവാൾ പുറത്തിറങ്ങിയതിന് ശേഷം നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പരാമർശങ്ങളെ ഇന്ത്യ സഖ്യം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നരേന്ദ്രമോദിയുടെ പ്രായവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. 75 വയസ്സാകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. ആ മോദിയെ അടൽ ബിഹാരി വാജ്പേയിയെയും മുരളി മനോഹർ ജോഷിയെയും LK അദ്വാനിയെയും ഒക്കെ
പ്രായത്തിന്റെ പേര് മാറ്റി നിർത്തിയതുപോലെ പാർട്ടി ഇനി പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ മാറ്റി നിർത്തുമോ? അങ്ങനെയെങ്കിൽ ഈ ഗ്യാരണ്ടി, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മോദി ഗ്യാരണ്ടി എന്നതാണല്ലോ BJP മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം, ആ ഗ്യാരണ്ടി ആര് നൽകും എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് തന്റെ ഗ്യാരണ്ടി കെജ്രിവാൾ അങ്ങനെ കളം നിറയുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആൾക്കൂട്ടവും ഈ ആരവും ഒക്കെ വോട്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അപ്പം അഭിലാഷ്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും റായ്ബറേലിയിൽ അടക്കമുണ്ട്, UP എന്നാണ് മനസ്സിലാകുന്നത്. പ്രധാനമന്ത്രി വാരണാസിയിൽ റോഡ് ഷോ അടക്കം നടത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ UP കേന്ദ്രീകരിച്ചുള്ള പ്രചരണമാണ് ഇന്നും നാളെയും ഒക്കെ ഉണ്ടാവുക അല്ലേ? പ്രധാനപ്പെട്ട ഇന്ന് ബീഹാറിൽ പ്രധാനമന്ത്രിയുടെ പ്രചാരണ പരിപാടിയുണ്ട്. അത് രാവിലെ 11 മണിയോടുകൂടിയാണ് ബീഹാറിൽ ഉള്ളത്. അതിനുശേഷം വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹം സ്വന്തം മണ്ഡലമായ വാരണാസിയിലേക്ക് എത്തുന്നത്. അതോടുകൂടി BJPയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മറ്റൊരു ഊർജ്ജമാണ് കൈവരാൻ പോകുന്നത്. കാരണം നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണ വാരണാസിയിൽ നിന്ന് അദ്ദേഹം ജനവിധി തേടുകയും വിജയിക്കുകയും അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിൽ, ഏതാണ്ട് 6 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടിയായ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അജയ് റായിയെ പരാജയപ്പെടുത്തിയത്. ഇത്തവണയും അജയ് റായ് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട എതിരാളി എന്നതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ 2014 നമുക്കറിയാം ഗുജറാത്തിലെ വഡോദരയിൽ നിന്ന് അടക്കം വിജയിച്ചു വരികയും പിന്നീട് വാരണാസി സ്വന്തം മണ്ഡലമായി തെരഞ്ഞെടുക്കുകയും ചെയ്ത ആൾ ആണ് പ്രധാനമന്ത്രി. അതുകൊണ്ട് തന്നെ വൈകാരികമായ ഒരു ആത്മബന്ധം വാരണാസിയുമായി അദ്ദേഹത്തിനുണ്ട്. അതിനുശേഷം പ്രധാനമന്ത്രിയായതിനു ശേഷം നിരവധി വികസന പ്രവർത്തനങ്ങൾ അടക്കം വാരണാസിയിൽ പ്രധാനമന്ത്രി നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെ വൈകിട്ടോടുകൂടി പ്രധാനമന്ത്രി വാരണാസിയിലേക്ക് എത്തുമ്പോൾ വലിയ സ്വീകരണവും ആണ് പ്രധാനമന്ത്രിക്ക് അവിടെ BJP പ്രവർത്തകർ നടത്താൻ പോകുന്നത്. ഹിന്ദു ബനാറസ് സർവകലാശാലയ്ക്ക് മുന്നിലുള്ള മൻമോഹൻ മാളവ്യ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ആയിരിക്കും റോഡ് ഷോ ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രധാനമന്ത്രി വാരണാസിയിലേക്ക് ഇന്ന് എത്തുകയും നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യുക. പ്രധാനമന്ത്രി മത്സരിക്കുന്ന മണ്ഡലത്തിലടക്കം തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ആണ് വോട്ടെടുപ്പ് എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വീണ്ടും പ്രധാനമന്ത്രി വാരണാസിയിലേക്ക് ഉൾപ്പെടെ എത്തിയേക്കാം. എന്തായാലും സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി തന്നെ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുകയാണ് ഇപ്പോഴും പ്രധാനമന്ത്രി. അങ്ങനെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ അവരവരുടെ മണ്ഡലങ്ങളിൽ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു പോയത് 1-2 ദിവസം മാത്രമാണെന്ന് നമുക്കറിയാം. പ്രധാനമന്ത്രി അതുപോലെ തന്നെ നരേന്ദ്രമോദി പോലെയുള്ള പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഒക്കെ രാജ്യവ്യാപകമായി പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്ന ആളുകളാണ്. അവർ 1-2 ദിവസം മാത്രമാകും. കാരണം അത്ര ഉറപ്പാണ് ആ മണ്ഡലത്തിൽ വോട്ടർമാർ കൈവിടില്ല എന്നുള്ളത്. KP അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെ രാത്രി